ഗേൾസ് എടാ മക്കളെ നമ്മൾ USS എഴുതാൻ പോകുന്ന മക്കളാണല്ലേ അതെ നമ്മൾ എന്താ എഴുതാൻ പോകുന്നത് USS എക്സാം ആണല്ലേ നിങ്ങളെല്ലാവരും 7ാം ക്ലാസ്സിൽ നന്നായിട്ട് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന നല്ല രീതിയിൽ പഠിക്കുന്ന മക്കളായിരിക്കും അപ്പോൾ നിങ്ങളെ USSലേക്ക് ഓരോ പടിപടിയായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ആരുടെ എജുപോർട്ടിൻ്റെ അപ്പോൾ ഇതൊക്കെ പറയാൻ സാറാരാ യെസ് ഞാൻ എന്താണ് നിങ്ങൾക്ക് സയൻസ് എടുക്കുന്ന ഒരാളാണ് ഓക്കെ എജുപോർട്ടിൽ നിങ്ങൾക്ക് സയൻസ് എടുക്കുന്ന സാറാണ് എൻ്റെ പേര് മുർഷിദ് റഹ്മാൻ ഓക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ ആദ്യമായിട്ടും കാണുന്നുണ്ടാവും ഓക്കെ സാറില്ല പോട്ടെ അപ്പോൾ മക്കളെ നമ്മൾ പറയാൻ പോകുന്നത് എന്താ USS എക്സാമിന് വരുന്ന ഒരു പോർഷനാണ് ഓക്കെ അതിനു വേണ്ടി നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ജലസംഭരണിയില്ലേ ജലസംഭരണിയിൽ നമ്മൾ ജലം എന്ത് ചെയ്യാറുണ്ട് സംഭരിച്ച് വെക്കാറുണ്ട് അതിനു മുമ്പ് നമ്മൾ ജലശുദ്ധീകരണം നടത്താറുണ്ട് അല്ലേ വാട്ടർ പ്യൂരിഫിക്കേഷൻ അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രോസസ്സുകളുണ്ട് കുറച്ച് ഘട്ടങ്ങളുണ്ട് അത് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ആ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യാറുണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് നമുക്ക് എന്ത് ചെയ്യാം USS എക്സാമിന് ആ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് സാധാരണയായി അപ്പോൾ എന്ത് ചെയ്യണം വിത്ത് എന്താ പറയുക നമ്മളൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ അല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൻ്റെ അവസാനം ഈ ഭാഗത്തു നിന്ന് ഈ ഒരു ചെറിയ വീഡിയോയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഈ വീഡിയോ നന്നായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവസാനം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനുള്ള ആൻസർ ചെയ്യാൻ പറ്റും അതിനുള്ള 2 ക്വസ്റ്റ്യൻ ഞാൻ എന്ത് ചെയ്യുന്നത് അവസാനം കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം എന്താണ് നമ്മൾ പറയാൻ പോകുന്നത് വാട്ടർ പ്യൂരിഫിക്കേഷനെ കുറിച്ചാണ് അഥവാ നമ്മൾ പറയുന്ന പോലെ ജലശുദ്ധീകരണത്തെക്കുറിച്ചാണ് അല്ലേ ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ട് ചിരട്ടയൊക്കെ വെച്ചിട്ട് അല്ലേ യെസ് 3 ചിരട്ടയൊക്കെ വെച്ചിട്ട് ഓർമ്മയുണ്ട് നിങ്ങൾക്ക് യെസ് ഒരു ചിരട്ട ഇവിടെ വെക്കും അല്ലേ അതിൻ്റെ താഴ്ഭാഗത്തൊരു ഓട്ടം ഉണ്ടാവും അതിന് അടുത്ത് വേറെ ചിരട്ട വെക്കും അല്ലേ ഇവിടെ ഒരു ഓട്ടം ഉണ്ടാവും നമ്മൾ ഓട്ടമുള്ള കണ്ണുള്ള ചിരട്ട യെസ് അടുത്ത് ചിരട്ട ഇങ്ങനെ വെക്കും അല്ലേ ഓർമ്മല്ലേ അങ്ങനെ ഇതിലൂടെ നമ്മൾ ചളിവെള്ളം ഒഴിക്കും അങ്ങനെ ആ വെള്ളം വന്ന് ഇവിടെ എത്തുമ്പോഴേക്കും എന്തായിട്ടുണ്ടാവും അത്യാവശ്യം തെളിഞ്ഞ വെള്ളമുണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു വലിയ രൂപമാണ് എന്ത് ഈ കാണിച്ചുള്ളത് നോക്കടാ ഇത് ചരലാണ് ചരൽ ഓക്കെ ഇത് മണലാണ് ഇതോ കരി അല്ലേ അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ എന്താ പറയുക വലിയ കത്തിക്കരിഞ്ഞ കരിയില്ലേ അത് അപ്പോൾ അത് 3 ഇങ്ങനെ വെച്ചിട്ട് നമ്മളിവിടെ എന്താ പറയുക മലിനജലം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും എന്താവും നല്ല അത്യാവശ്യം തെളിഞ്ഞ ജലമായിട്ട് മാറാറുണ്ട് ഇതെന്താണ് ഒരു ടൈപ്പ് ഓഫ് ജലശുദ്ധീകരണമാണ് അല്ലേ ഇത് വളരെ മികച്ച ജലശുദ്ധീകരണമാണോ ചോദിച്ചാൽ അല്ല പക്ഷേ ഇതും എന്താണ് ഒരു ജലശുദ്ധീകരണത്തിന് വേണ്ടി പണ്ട് കാലങ്ങളിൽ നമ്മൾ കുറച്ചൊക്കെ യൂസ് ചെയ്തിരുന്ന മെത്തേഡാണ് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല വളരെ വികസിച്ച അടിപൊളി മെത്തേഡ്സ് ഉണ്ട് ഓക്കെ അപ്പോൾ ആ മെത്തേഡിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അതിലൊരു 5 or 6 സ്റ്റേജുകളുണ്ട് മക്കൾ എന്ത് ചെയ്യുക ആ ജലശുദ്ധീകരണത്തിലെ ആ വാട്ടർ പ്യൂരിഫിക്കേഷനിലെ ആ ഒരു 6 സ്റ്റെപ്പും അതിലെന്തൊക്കെ നടക്കുന്നു എന്നും ഈ ഒരു വീഡിയോ കാണുമ്പോൾ എന്ത് ചെയ്യുക ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക അത്ര മതി പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് അങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റും അന്ന് സാറിനെ പഠിപ്പിച്ചിരുന്നല്ലോ യെസ് അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ നമ്മുടെ മുമ്പിൽ ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ട് നമുക്ക് എന്തായാലും ആൻസർ ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് കൊണ്ട് മക്കളിരിക്കുക ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് നേരെ ആ ഒരു പുതിയ നൂതന സാങ്കേതിക വിദ്യ നോക്കാം അല്ലേ എന്താണ് വാട്ടർ പ്യൂരിഫിക്കേഷൻ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന മെത്തേഡ് അല്ലേ ഈ വലിയ ഫ്ലാറ്റുകളിലൊക്കെ കുറേ വെള്ളമൊന്നും കിട്ടില്ല അപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞ വെള്ളം തന്നെ എന്ത് ചെയ്യും വീണ്ടും ഫിൽട്രേഷൻ നടത്തും വാട്ടർ പ്യൂരിഫിക്കേഷൻ നടത്തും അത് വീണ്ടും റീയൂസ് ചെയ്യാൻ വേണ്ട തരത്തിലാക്കി മാറ്റും അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത് നമുക്ക് നേരെ നോക്കടാ ഇതാണ് അതിൻ്റെ ഒരു ഏകദേശം രേഖാചിത്രം ഏകദേശം ഡയഗ്രാം നോക്കടാ ഇവിടെ വാട്ടർ അല്ലേ ഇതാണ് എന്ത് മലിനമായ അല്ലെങ്കിൽ നമുക്ക് ശുദ്ധീകരിക്കേണ്ട ജലം അത് നേരെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് വാട്ടർ നേരെ എയറേറ്റർ കണ്ടില്ല നിങ്ങൾ എയറേറ്റർ എന്ന് എന്ത് ചെയ്യാം മലയാളത്തിൽ പറയാം ഇനി ക്ലാരിഫ്ലോക്കുലേറ്റർ നോക്കടാ ക്ലാരിഫ്ലോക്കുലേറ്റർ ക്ലാരിഫ്ലോക്കുലേറ്റർ ഓക്കെ അതാണ് അടുത്തത് ക്ലാരിഫ്ലോക്കുലേറ്റർ ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് വേർഡ് തന്നെയാണ് മക്കളെ മലയാളത്തിൽ വരുന്നത് കേട്ടോ ഇനി ഫിൽട്ടർ നമുക്കറിയാം ഫിൽട്ടർ ചെയ്യുന്ന സ്ഥലം ഇതെന്താണ് പ്യുവർ വാട്ടർ റിസർവോയർ അഥവാ ശുദ്ധജല സംഭരണി ഓക്കെ ശുദ്ധജല സംഭരണി ശരി ഇനിയോ ഇവിടെ എന്തുണ്ട് ക്ലോറിനേറ്റർ ഉണ്ട് പിന്നെ കൊയാഗുലേറ്റർ അങ്ങനെ ഉണ്ട് അപ്പോൾ വാട്ടർ നേരെ എയറേറ്ററിലൂടെ കൂടെ പോയിട്ട് എങ്ങോട്ട് വരുന്നുണ്ട് കൊയാഗുലേറ്ററിലേക്ക് വരുന്നുണ്ട് പിന്നെ ക്ലാരിഫ്ലോക്കുലേറ്റർ പിന്നെ ഫിൽട്രേറ്റർ പിന്നെ ക്ലോറിനേറ്റർ പിന്നെ ജലസംഭരണി അപ്പോൾ ഇതാണ് ഏകദേശം രൂപം നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ ഓരോ സ്റ്റെപ്പും വ്യക്തമായിട്ട് അതിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഉള്ളത് നമ്മളെ എക്സാമിന് ഏത് ഭാഗമാണ് നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ടതെന്ന് ഞാൻ എന്ത് ചെയ്യും പറഞ്ഞുതരും നോക്കടാ യെസ് അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് 1 നോക്കാം എയറേഷൻ മലയാളത്തിൽ എന്താ ഇതന്നെ എയറേഷൻ തന്നെ ഓക്കെ എയറേഷൻ തന്നെ ഉള്ളത് കേട്ടോ ശരി ദ പ്രോസസ് ഓഫ് എന്താണ് ഈ എയറേഷൻ എന്ന് പറഞ്ഞാൽ മക്കളെ എയർ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം അല്ലേ വായു അപ്പോൾ എന്താണ് നമ്മൾ വാട്ടർ വായുവുമായിട്ട് എന്ത് ചെയ്യാണ് നന്നായിട്ട് ഇങ്ങോട്ട് കലർത്തുകയാണ് എയറേഷൻ അതന്നെ എന്താണ് അർത്ഥം ദ പ്രോസസ് ഓഫ് മിക്സിങ് വാട്ടർ വിത്ത് എയർ നമുക്ക് പറയാം വായുവുമായിട്ട് നമ്മൾ ജലത്തെ കലർത്തുകയാണ് ഓക്കെ കലർത്തുകയാണ് ഇനിയോ ദസ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ ദ വാട്ടർ ഇൻക്രീസസ് അഥവാ ജലത്തിലെ ഓക്സിജൻ്റെ അളവ് എന്ത് ചെയ്യും മക്കളെ കൂടും അല്ലേ എയറുമായിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയാൽ ജലത്തിലുള്ള ഓക്സിജൻ്റെ അളവ് കൂടി കിട്ടും മനസ്സിലാക്കാം മക്കളെ
ശുദ്ധജലമാണെങ്കിൽ അതിൽ കുറേ ഓക്സിജൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ജലമാണെങ്കിലോ ഓക്സിജൻ അളവ് കുറവേക്കാരം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത പരിപാടി എന്താ, എയറേഷൻ. ഓക്കെ, അടുത്ത പരിപാടി കൊയാഗുലേഷൻ. ഇതന്നെ എന്താണ് കൊയാഗുലേഷൻ. കൊയാഗുലേഷൻ മക്കൾ പേര് കേട്ട് പഠിക്കൊന്നും വേണ്ട, സിമ്പിളാണ്, പരിപാടി സിമ്പിളാണ്. ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പ്. ഇതെന്താണ്, കുറച്ചൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ പ്രാധാന്യമുള്ള സ്റ്റെപ്പാണ്. ഓക്കെ, ഇനി എന്താണ്, ദിസ് എനേബിൾസ് ദ സെഡിമെൻറ്റേഷൻ അല്ലെങ്കിൽ അടിഞ്ഞുകൂടൽ ഓഫ് സോളിഡ് മാറ്റർ പ്രസൻറ്റ് ഇൻ വാട്ടർ. നമുക്കറിയാം അല്ലേ, മലിനമായ ജലമാണെങ്കിൽ അതിലെന്ത് ചെയ്യും, നമുക്കെന്നെ കാണാൻ പറ്റുന്ന ഖരരൂപത്തിലുള്ള കുറേ സാധനങ്ങളുണ്ടാവും. അതൊക്കെ അടിഞ്ഞുകൂടാൻ സഹായിക്കുന്ന സെഡിമെൻറ്റേഷൻ നടത്തുന്ന പരിപാടിയാണ് എന്ത്, ഈ കൊയാഗുലേഷൻ എന്ന് പറഞ്ഞാൽ. അതിനുവേണ്ടി നമ്മൾ ഒരാളെ ആഡ് ചെയ്യും മക്കളെ, ആലം. എന്താണ്, ആലം എന്ന് പറയും, ആലം. ഓക്കെ, അപ്പോൾ ആ സെഡിമെൻറ്റേഷൻ നടക്കാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന ആളാണ് ആലം. മക്കളെ ഞാൻ ഇനി പറയുന്ന പോലെ ശ്രദ്ധിക്കുക. ഈ ആലം ആഡ് ചെയ്യുമ്പോൾ ഈ വാട്ടറിൻ്റെ, ഈ ജലത്തിൻ്റെ pH മൂല്യം അങ്ങോട്ട് കുറയും. എന്താണ്, കുറയും. അതായത് ഈ ആലത്തിൻ്റെ സ്വഭാവം എന്താ പറയാൻ പറ്റുമോ, ആലം അസിഡിക്കാണ്. ഓക്കെ, ആസിഡ് സ്വഭാവമാണ് ആർക്ക്, ആലത്തിന്. അതുകൊണ്ടല്ലടാ ജലത്തിൻ്റെ pH മൂല്യം കുറഞ്ഞത് അല്ലേ. അപ്പോൾ സാർ ജലത്തിൻ്റെ pH മൂല്യം സാധാരണഗതിയിൽ അല്ലെങ്കിൽ ഒരു ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്രയാണ് സാർ, ഞാൻ പറയും 7 മക്കളെ, 7 CR7. ക്ലിയർ. അതാണെന്ത്, നമ്മളെ ജലത്തിൻ്റെ, ശുദ്ധജലത്തിൻ്റെ pH വാല്യൂ, pH മൂല്യം. അപ്പോൾ ഇതിനേക്കാൾ അങ്ങോട്ട് കുറയും ആര് ആഡ് ചെയ്യുമ്പോൾ, ആലം ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ എന്തിനാണ് സാർ ആലം ആഡ് ചെയ്യണത്, ഞാൻ പറഞ്ഞു കൊയാഗുലേഷൻ എന്ന് പറഞ്ഞാൽ ആ പരിപാടി നടക്കണം. എന്താണ് കൊയാഗുലേഷൻ, വലിയ വലിയ സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്ന രൂപത്തിലുള്ള ഖരപദാർത്ഥങ്ങൾ അല്ലേ, സോളിഡ് മെറ്റീരിയൽസ് ഒക്കെ എന്ത് ചെയ്യണം, അടിഞ്ഞുകൂടണ്ടേ, സെഡിമിനേഷൻ നടക്കണ്ടേ, അതിനുവേണ്ടി ആലം ആഡ് ചെയ്യും. പക്ഷേ ആലം ആഡ് ചെയ്യുമ്പോൾ പ്രശ്നം എന്താണ്, യെസ് നിങ്ങൾ പറഞ്ഞു തന്നെയാണ്, എന്താണ് pH മൂല്യം അങ്ങോട്ട് കുറയും. പ്രശ്നമായില്ലേ. അപ്പോൾ അത് മാറ്റണ്ടേ, അതിനു വേണ്ടി നമ്മൾ ആറിനെ ആഡ് ചെയ്യും, ലൈം ഈസ് ആഡഡ്, ചുണ്ണാമ്പ്. എന്താ മക്കളെ, ചുണ്ണാമ്പ് ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് പറയാം ചുണ്ണാമ്പിൻ്റെ നേച്ചർ എന്താ, ചുണ്ണാമ്പിൻ്റെ സ്വഭാവം എന്താണ്, അത് ബേസിക് നേച്ചറാണ്, ബേസിക് സ്വഭാവമാണ്, ബേസിക് നേച്ചർ അല്ലേ, അഥവാ ആൽക്കലിക് സ്വഭാവമാണ്. അപ്പോൾ നന്നായിട്ട് കുറഞ്ഞു നിൽക്കുന്ന pH മൂല്യം അങ്ങോട്ട് എന്ത് ചെയ്യും, പഴയ സ്ഥിതിയിലേക്ക് ഏകദേശം അങ്ങോട്ട് ആയി കിട്ടും. അതായത് ഇങ്ങോട്ട് പൊക്കും ആര്, ചുണ്ണാമ്പ് അല്ലെങ്കിൽ ലൈം. ഓക്കെ, അതാണ് കൊയാഗുലേഷൻ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് മക്കളെ. ഇതിൽ ഈ ആലത്തെക്കുറിച്ച് ചോദിക്കാറുണ്ട്. നോക്കടാ, ഈ ആലം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ. ഇനി നോക്കാം, ക്ലാരിഫ്ലോക്കുലേഷൻ. ശ്രദ്ധിക്കണേ, എന്താ പറയുക, ക്ലാരി. ശ്രദ്ധിക്കുക മക്കൾ, ഈ പോയിന്റ്സ് കേൾക്കുക. പക്ഷേ ഈ പേര് കേൾക്കുമ്പോൾ ഭയങ്കര വിയേർഡായിട്ട് ഭയങ്കര പ്രശ്നമായി തോന്നും. പക്ഷേ പേരൊന്നും പേടിക്കണ്ട. എന്താണ് ക്ലാരിഫ്ലോക്കുലേഷൻ. ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് എന്താണോ അതിൻ്റെ ജസ്റ്റ് ട്രാൻസ്ലേഷൻ ആണ് എന്ത് മലയാളം. നോക്കാം. ആഫ്റ്റർ ദ സോളിഡ് വേസ്റ്റ് സെറ്റിൽസ്, നമ്മൾ പറഞ്ഞു നമുക്ക് കാണാൻ പറ്റുന്ന ആ സോളിഡ് വേസ്റ്റ് എന്ത് ചെയ്യാണ്, അടിഞ്ഞു. ഇതെന്താണ്, ദ ക്ലിയർ വാട്ടർ ഈസ് ഫെഡ്. നമ്മൾ എന്ത് ചെയ്യാണ്, ക്ലിയർ ആയ കുറച്ചൊക്കെ, അപ്പോൾ കാണുമ്പോൾ കുറച്ച് ക്ലാരിറ്റി ഉണ്ട്, അങ്ങനത്തെ കുറച്ച് പ്യുവറായ ഒരു വെള്ളം. നേരത്തെ കാണുമ്പോൾ ചളി വെള്ളമായിരുന്നു, ഇപ്പോൾ എന്താണ് കുറച്ചൊക്കെ വെള്ള കളറായിട്ടുണ്ട്. ഓക്കെ, നേരത്തെ ഭയങ്കര ചളി കാണുമായിരുന്നു, ഇപ്പോൾ ചളി ഒന്നും കാണാനില്ല. ആ വെള്ളം എന്ത് ചെയ്യും, ഫെഡ് ഇൻ ടു ഫിൽറ്റേഴ്സ്. എങ്ങോട്ടാണ് കളയുക, ഫിൽറ്ററിലേക്ക്. ഫിൽറ്റർ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താക്കാരം, ഫിൽട്രേഷൻ അല്ലേ. അപ്പോൾ ഫിൽറ്ററിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന പരിപാടിയാണ് എന്ത്, ക്ലാരിഫ്ലോക്കുലേഷൻ. ഒന്നുമില്ല, നന്നായിട്ട് നമ്മൾ സെഡിമെൻറ്റേഷൻ നടത്തിയ അടിഞ്ഞുകൂടിയ ആ ജലം നേരെ എങ്ങോട്ടേക്ക് പോകും, ഫിൽറ്ററിലേക്ക് പോകും. ഫിൽറ്ററിലേക്ക് എത്തിയാലോ, ഫിൽട്രേഷൻ. നോക്കാം, എന്താണ് ഇമ്പ്യൂരിറ്റീസ് വിച്ച് ഡു നോട്ട് ഗെറ്റ് സെറ്റിൽഡ്. എടാ നമ്മൾ നേരത്തെ പറഞ്ഞു, നേരത്തെ അടിഞ്ഞുകൂടിയ ഇമ്പ്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ടില്ല, അടിഞ്ഞു കൂടാത്ത കുറച്ച് പേരുണ്ട്. അവരെന്ത് ചെയ്യും, നമ്മൾ ഈ ഫിൽറ്ററിൽ വെച്ചിട്ട് റിമൂവ് ചെയ്യും. മനസ്സിലായോ. അപ്പോൾ അവർ സൂക്ഷ്മമായ ഇമ്പ്യൂരിറ്റീസ് ആയിരിക്കും അല്ലേ. അപ്പോൾ അവരെ നമ്മൾ ഈ ഫിൽട്രേഷനിൽ വെച്ചിട്ട് റിമൂവ് ചെയ്യും. ഓക്കെ, ഇനി അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കാറാണ് മണലും പിന്നെ അതേപോലെ തന്നെ ചരലൊക്കെയാണ്. ഓക്കെ, അപ്പോൾ മുകളിൽ നമ്മൾ മണൽ വെക്കും, താഴത്തോ ചരൽ അല്ലേ. ഓക്കെ, സാൻഡ് എന്ത് ചെയ്യും, മുകളിലുണ്ടാവും, താഴത്തോ ഗാർവൽ എന്ന് പറഞ്ഞാൽ മക്കളെ നമ്മൾ പറയുന്ന പോലെ ചരലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫൈൻ സാൻഡ് ആൻഡ് ഗാർവൽ ആർ യൂസ്ഡ് റെസ്പെക്റ്റീവ്ലി ഇൻ ദ അപ്പർ ആൻഡ് ലോവർ പോർഷൻസ്. ഓക്കെ, അതാണ് ഫിൽട്ടർ യൂണിറ്റ് എന്ന് പറഞ്ഞത്. നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ ചിരട്ടയിലൊന്നല്ല കേട്ടോ, ഭയങ്കര സെറ്റപ്പാണ്, ഭയങ്കര മുകളിൽ ഇങ്ങനെ നന്നായിട്ട് എന്താ പറയുക, നമ്മൾ ഈ കാണുന്ന പോലെ ഒന്നല്ല, ഉഷാറായിട്ട് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അതാണ് ഫിൽട്രേഷൻ പറഞ്ഞത്. അപ്പോൾ സൂക്ഷ്മമായ ആളുകൾ പോകുന്നു, വീണ്ടും വാട്ടർ എന്തായി, പ്യൂരിഫൈഡ് ആയി. ഇനിയാണ് ക്ലോറിനേഷൻ. മക്കളെ, ഈ ക്ലോറിൻ ഗ്യാസ് ശ്രദ്ധിക്കണം, ഈ ക്ലോറിൻ ഗ്യാസിന് അണുക്കളെ നശിപ്പിക്കാനുള്ള, സ്റ്റെറിലൈസ് ചെയ്യാനുള്ള, അണുക്കളെ നശിപ്പിച്ച് നന്നാക്കാനുള്ള ഒരു കഴിവുണ്ട്. എന്തിനുള്ള കഴിവുണ്ട്, സ്റ്റെറിലൈസേഷൻ അല്ലേ. നമ്മൾ സിറിഞ്ചും പിന്നെ ആശുപത്രിയിൽ ഉപയോഗിക്കുന്ന സാധനമൊക്കെ എന്ത് ചെയ്യാറുണ്ട്, സ്റ്റെറിലൈസേഷൻ ചെയ്യാറുണ്ട്.
ഓക്കെ, അപ്പോൾ അണുനശീകരണയാണ് എന്ത്, അണുനാശ സ്വഭാവം ഉണ്ടാർക്ക് ക്ലോറിന്. അപ്പോൾ ക്ലോറിൻ ഗ്യാസോ അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡറോ, എല്ലാവരും ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാവില്ലേ, അപ്പോൾ ബ്ലീച്ചിങ് പൗഡറോ അല്ലെങ്കിൽ ക്ലോറിൻ ഗ്യാസോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, യെസ് ഇതുമായിട്ട് മിക്സ് ചെയ്യാറുണ്ട്. ആരുമായിട്ട്, ആ വാട്ടറുമായിട്ട്. അപ്പോൾ എന്ത് ചെയ്യും, അതിലുള്ള അണുക്കളൊക്കെ നശിച്ചു കിട്ടും. ഓക്കെ അല്ലേ. അങ്ങനെ ക്ലോറിനേഷൻ എന്ന് പറഞ്ഞ 5ാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു. ഇനിയാണ് സ്റ്റോറേജ് അല്ലെങ്കിൽ സംഭരണം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ജലം സംഭരിക്കാറുണ്ട് അല്ലേ ആഫ്റ്റർ പ്യൂരിഫിക്കേഷൻ. ഇപ്പോൾ എന്തായി, പ്യൂരിഫിക്കേഷൻ ഏകദേശം കഴിഞ്ഞു. നമ്മൾ ഇനി എന്ത് ചെയ്യണം, പ്യൂരിഫൈ ചെയ്ത വാട്ടർ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാൻ വേണ്ടി എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണ്ടേ. യെസ്, അതാണ് സ്റ്റോറിങ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സ്റ്റോറേജ്, സംഭരണം എന്ന് പറഞ്ഞാൽ വാട്ടർ ഈസ് സ്റ്റോർഡ് ഇൻ എ വാട്ടർ റിസർവോയർ. ജലസംഭരണിയിൽ വാട്ടർ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ജലം ശേഖരിച്ച് വെക്കാറുണ്ട്. അപ്പോൾ മക്കളെ, ഇത്രയും പ്രോസസ്സുകൾ 6 സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടുക, ശുദ്ധജലം കിട്ടുക. എന്ത് കിട്ടുക, ശുദ്ധജലം. അതായത് നമുക്ക് ഉപയോഗിക്കാൻ, കുടിക്കാനും പിന്നെ ഫുഡ് വെക്കാനും അല്ലേ, കുക്കിങ്ങിനൊക്കെ വേണ്ട ജലമാണ് ശുദ്ധജലം. ആ ശുദ്ധജലം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 6 സ്റ്റെപ്പുകളിലൂടെ കടന്നു പോകണം. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ശുദ്ധജലം. അതുകൊണ്ട് നമ്മൾ ശുദ്ധജലം കൊണ്ട് കളിക്കാൻ പറ്റുമോ, പറ്റില്ല. ശുദ്ധജലം വേറെ വല്ല, ഇപ്പം എന്താ പറയുക, നമ്മളെ വണ്ടി കഴുകാനൊന്നും എന്ത് ഉപയോഗിക്കാൻ പാടില്ല, നമ്മൾ ശുദ്ധജലം ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് പ്രശ്നമല്ല. പക്ഷേ കോയമ്പത്തൂർ അതുപോലത്തെ പല മെയിൻ സിറ്റികളിലൊക്കെ എന്താണ്, വാട്ടർ വാങ്ങുകയാണ്. അതായത് വെള്ളം നമ്മൾ വാങ്ങുക, പൈസ കൊടുത്ത് വാങ്ങുക. എന്തിന്, നമുക്ക് കുടിക്കാനും നമുക്ക് ഫുഡ് വെക്കാനും അല്ലേ, നമുക്ക് കൺസ്യൂം ചെയ്യാനുള്ള വാട്ടർ നമ്മൾ വാങ്ങുക. അങ്ങനെയുള്ള ജലം നമ്മൾ വേറെ വല്ലപ്പോൾ നമ്മുടെ വീട്ടിലെ പട്ടിക്കുട്ടിയെ കഴുകാനോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ വണ്ടി അല്ലേ, നമ്മുടെ മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ കാറ് കഴുകാൻ ഉപയോഗിക്കുമോ, ഒരിക്കലുമില്ല. അപ്പോൾ അത്രയും പ്രശസ്തമായ വെള്ളമാണ് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് കേരളക്കാർക്ക് എന്താണ് വലിയ വിഷയമൊന്നുമില്ല. കാരണം എന്താ, നമുക്ക് ഇഷ്ടംപോലെ വെള്ളം ഉണ്ടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ കിണറ്റിലെ വെള്ളം കൊണ്ട് തന്നെ എന്ത് ചെയ്യാറുള്ളത്, നമ്മുടെ വീട്ടിലെ പശുവിനെയും അതുപോലെ തന്നെ ജീവികളൊക്കെ കഴുകാറോ അങ്ങനെയൊക്കെ ചെയ്യാറുള്ളത്. പക്ഷേ നമ്മൾ പറയുന്ന കാര്യം എന്താ മക്കളെ, യൂസ് ഡ്രിങ്കിങ് വാട്ടർ ഓൺലി ഫോർ ഡ്രിങ്കിങ്. കുടിവെള്ളം നമ്മൾ എന്ത് ചെയ്യുക, കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. കാരണം അത്രയും പ്രഷ്യസ് ആണ്, അത്രയും അമൂല്യമാണ് നമ്മുടെ വെള്ളം എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ. ഇനി വീടുകളിൽ മക്കളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വീടുകളിൽ എന്തുണ്ടാവും, വാട്ടർ പ്യൂരിഫയേഴ്സ് ഉണ്ടാവും അല്ലേ. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ആരാണ്, അൾട്രാ വയലറ്റ് രശ്മികളെയാണ്. ആരെയാണ്, UV രശ്മികൾ. ആരാ മക്കളെ, UV രശ്മി അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് കിരണങ്ങളെയാണ്. ഓക്കെ, ഈ അൾട്രാ വയലറ്റ് കിരണങ്ങൾ എന്ത് ചെയ്യും മക്കളെ, ഈ ക്ലോറിന് പകരം നമ്മൾ യൂസ് ചെയ്യാണ്. ഓക്കെ, ക്ലോറിനേഷന് പകരം നമ്മൾ ഉപയോഗിക്കുകയാണ്. ഈ അൾട്രാ വയലറ്റ് കിരണങ്ങൾക്ക് നമ്മുടെ ചെറിയ ചെറിയ അണുക്കൾ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ വീട്ടിലുള്ള അങ്ങനത്തെ കണ്ടിട്ടുള്ള ജലശുദ്ധീകരണം കണ്ടിട്ടില്ലേ, ജലശുദ്ധീകരണി. യെസ്, ഇതെന്താണ് മക്കളെ, ജലശുദ്ധീകരണിയാണ്. ഇവിടെ ആരോ ഉപയോഗിക്കുന്ന മക്കളെ, നമുക്കറിയാം അൾട്രാ വയലറ്റ് ആണ്. യെസ്, ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. നമ്മൾ പറഞ്ഞു ജലത്തിൻ്റെ pH മൂല്യം എത്ര മക്കളെ, 7 ആണ്. എത്ര, 7 ആണ്. അപ്പോൾ സാർ ആസിഡ് ആണെങ്കിലോ, ആസിഡ് ആണെങ്കിൽ മക്കളെ 7 കുറവ്. ഓക്കെ, ഇനി ആൽക്കലി ആണെങ്കിലോ, ആൽക്കലി ആണെങ്കിൽ 7 കൂടുതൽ. അഥവാ 7 മുതൽ 14 വരെ ആണെങ്കിൽ ആൽക്കലി. ഓക്കെ, ഇനി 1 മുതൽ 7 വരെ ആണെങ്കിൽ, അല്ലെങ്കിൽ 0 മുതൽ അല്ലേ, 0 മുതൽ 7 വരെ ആണെങ്കിൽ ആരാണ്, ആസിഡ്. 7 ആണെങ്കിൽ, ഇതിനാണ് ഇടയിൽ വരുന്ന ആളാണ് 7 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ശുദ്ധജലമാണ്. അതാണ് എന്ത്, ഈ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ, വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ. വിച്ച് വൺ ഈസ് നോട്ട് എമംഗ് ദ മെത്തേഡ്സ് യൂസ്ഡ് ഫോർ വാട്ടർ പ്യൂരിഫിക്കേഷൻ. വാട്ടർ പ്യൂരിഫയറിൽ അഥവാ ജലശുദ്ധീകരണശാലയിൽ അല്ലേ, ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങളിൽ പെടാത്തത്. ചില മക്കൾ പഠിച്ചത് വെച്ചിട്ട് എന്ത് ചെയ്യും, വേഗം ക്ലോറിനേഷൻ ഉണ്ടല്ലോ ശരിയാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, വേഗം ടിക്ക് ചെയ്യും, നോക്കുക, ക്വസ്റ്റ്യൻ നോക്കുക. പെടാത്തത് ഏതാ മക്കളെ, ക്ലോറിനേഷൻ ഉണ്ട്. നമുക്കറിയാം UV റേസ്, നമ്മളിപ്പോൾ ജസ്റ്റ് മുന്നേ പഠിച്ചു. എന്ത് വീടുകളിൽ ഉപയോഗിക്കുന്ന ജലശുദ്ധീകരണികളിൽ ആരാണ്, UV റേസ് ആണ്, അൾട്രാ വയലറ്റ് കിരണങ്ങളാണ്. പക്ഷേ ഇൻഫ്രാറെഡ് നമ്മൾ എന്ത് ചെയ്യാറില്ല, ജലശുദ്ധീകരണശാലയിലോ അല്ലെങ്കിൽ ആ ഒരു പരിപാടിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കാറില്ല. ഓക്കെ, അതുകൊണ്ട് ആൻസർ എന്ത് വരും, ഇൻഫ്രാറെഡ് എന്നാണ് വരിക. കഴിഞ്ഞു. ദാറ്റ്സ് ദ എൻഡ് ഓഫ് ദിസ് പോർഷൻ. അപ്പോൾ മക്കളെ, ഇത് നമ്മൾ 7ാം ക്ലാസ്സിലെ നിർമ്മലമായ പ്രകൃതിക്കായി അല്ലെങ്കിൽ ഫോർ എ പൊല്യൂഷൻ ഫ്രീ നേച്ചർ എന്നുള്ള ചാപ്റ്ററിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്. നമ്മൾ എന്ത് ചെയ്തു, ഒരു 10-15 മിനിറ്റ് കൊണ്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിൽ ഓരോ മെത്തേഡ്സും ഓരോ സ്റ്റെപ്പുകളും മക്കൾക്ക് വ്യക്തമായിട്ട് കിട്ടിയെന്ന് മനസ്സിലാക്കുകയാണ്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ഭാഗം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവർക്കും യൂസ് ചെയ്ത് കിട്ടുന്നത് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ്.